എല്ലാവർക്കും നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ചലഞ്ച് എന്താന്ന് വെച്ചാൽ നല്ല അടിപൊളി ചിക്കൻ മോമോസ് ചലഞ്ചാണ്. ചിക്കൻ മോമോസ് കഴിച്ചാലും ഉണ്ടോ കൂട്ടത്തിൽ? ഇതെന്തോ കാക്കക്കോയില്ലാത്ത ജഗദീഷ് എന്തോ വെറുതെ കഴിഞ്ഞ ചാനൽ ഇല്ല. എന്തോ എവിടെ പോയത്? വീട്ടിൽ വർക്കായിരുന്നു. ഓക്കെ, കഴിച്ചിട്ടുണ്ടോ മോമോസ്? മോമോസ് വെജിറ്റബിൾ കഴിച്ചിട്ടുണ്ട്. നമ്മൾ ചിക്കൻ എടുക്കുന്നത് വെറൈറ്റി ചിക്കനാണ്. നമ്മൾ അതൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ്. സ്പെഷ്യൽ ഇക്ക കഴിച്ചിട്ടുണ്ടോ മോമോസ്? കഴിച്ചിട്ടില്ല. താങ്കൾ ബാംഗ്ലൂരൊക്കെ അല്ലേ, അതുകൊണ്ട് കഴിച്ചിട്ടില്ല. മോമോസ് കഴിച്ചിട്ടില്ല. ഇതിപ്പോ നമ്മളെ ഇന്നത്തെ മോമോസ് മോനച്ച മോമോസ് അല്ല കേട്ടോ. മോനച്ച മോമോസ് ആണോ? പുള്ളിക്ക് ഈ സാധനം ഇല്ല. പുള്ളിക്ക് ഇത് ഐറ്റം മേക്ക് അറിയത്തില്ല. പുള്ളിക്ക് നാടൻ പഴം, നാടൻ സാമ്പാർ, അങ്ങനെയുള്ള ഐറ്റം, നാടൻ ചേന, കാച്ച്, കപ്പ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുള്ളി ഉള്ളൂ. ഈ ഐറ്റം ഇറക്കുമോ പെട്ടെന്ന്? പഴത്തിന് എങ്ങനെ മാർക്കറ്റ് ഉണ്ടായിരുന്നോ? പക്ഷെ നമുക്ക് വ്യൂ ഇല്ലായിരുന്നു. പക്ഷേ വ്യൂ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല റിസൾട്ട് കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണേ, നമ്മൾ ഫണ്ണി ആയിട്ടുള്ള ചലഞ്ചസ് ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ആരും കാണുന്നില്ല. അതാണ് മെയിൻ കാരണം. നമ്മൾ ഒരു ഒട്ടും വ്യൂ ഇല്ലാത്ത രീതിയിലാകുമ്പോൾ അങ്ങനെയുള്ള ചലഞ്ചസ് ആകുമ്പോൾ നമ്മൾ ഫുഡ് ഈറ്റിംഗ് ചലഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആ വീഡിയോ കാണാത്തായാലും ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ഫണ്ണി ബനാന ഈറ്റിംഗ് ചലഞ്ച് അല്ല, ഒരു വെറൈറ്റി ചലഞ്ചാണ്. അത് പോയി കാണുക കേട്ടോ. കാരണം അതിന് ഒട്ടും വ്യൂ ഇല്ല. അതുകൊണ്ട് നമ്മൾ അങ്ങനെ കാര്യങ്ങൾ ചെയ്യാത്തത്. നമുക്ക് താല്പര്യമുണ്ട്, പക്ഷേ വ്യൂ ഇല്ല. എല്ലാവർക്കും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം ഈ ഒരു ഈറ്റിംഗ് ചലഞ്ചസ് ആണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് അല്ലേ രാജേശ്വരി? തീർച്ചയായിട്ടും. അപ്പം രാജേശ്വരനൊക്കെ കഴിഞ്ഞ തവണയൊക്കെ മത്സരിച്ച് വരും, ഈറ്റിംഗ് ചലഞ്ചിലൊക്കെ വിജയമായിട്ട് വരുമായിരുന്നില്ലേ? നാടൻ ഐറ്റം ആണെങ്കിൽ നമുക്ക് കൂടുതൽ ഇഷ്ടം. ഇത് കുഴപ്പമില്ല, ചെറിയ ഐറ്റം. പിന്നെ 19 വെച്ചാൽ അടിച്ചു ഏതെല്ലാം കാച്ചിക്കും. കായ്ക്ക പ്രത്യേകിച്ച് കായ്ക്ക പുള്ളി ഈ ചരിവുണ്ടല്ലേ, പുള്ളിക്ക് ചരിവുണ്ട്. ആ ചരിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ പുള്ളി അത് കൊണ്ടുപോയി നടത്തും. ഞാൻ കഴിച്ചിട്ടില്ല. റാവുത്തറില്ല. റാവുത്തറും കേടിയും സുബിനും കൂടെ ഒരു സ്ഥലം വരെ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ട് അവർ മൂന്നുപേരും ഇല്ല. പിന്നെ നമ്മുടെ റൊമാൻസ് കുമാർ ഉണ്ട്. പിന്നെ നമ്മുടെ നന്ദോളിയും റൊമാൻസ് കുമാറോടെ സാധനം എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അവർ എത്തും. പിന്നെ നമ്മുടെ നിതിനാളിലാണ് ക്യാമറ ചെയ്തത്. അപ്പോൾ നമ്മുടെ ഇപ്പിയും കേടിയും റാവുത്തർ വഴി ബാക്കി എല്ലാവരും ഇന്നത്തെ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ മത്സരം എന്ന് പറഞ്ഞാൽ മോമോസ് ഈറ്റിംഗ് ചലഞ്ചാണ്. അടിപൊളി ചലഞ്ച് ആയിരിക്കും. കിട്ടുന്ന സാധനം നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ഫുള്ള് വരെ വാച്ച് ചെയ്യണം, നമ്മൾ സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ തുടങ്ങിയാലോ? തീർച്ചയായിട്ടും തുടങ്ങാം. ഗയ്സ്, അപ്പോൾ നമ്മുടെ മോമോസ് ഈറ്റിംഗ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓരോരുത്തർക്കും ഓരോ മിനിറ്റ് ഉള്ളൂ കേട്ടോ. കാരണം ഇത് സംഭവം ചെറുതാണ്. ഇമാര് 2 മിനിറ്റ് കൊടുത്തോണ്ടല്ലോ, അത് എന്റെ വീടും സ്ഥലമൊക്കെ എഴുതി കൊടുക്കേണ്ടി എനിക്ക്. അമ്മമാര് തീട്ട് തിന്നും. അതുകൊണ്ട് നമ്മൾ 1 മിനിറ്റ് കൊടുക്കുന്നത്. 1 മിനിറ്റിൽ ആരാണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ആളായിരിക്കും വിജയ്. ഇവിടെ ഒന്നും തെള്ളുവാണ്, റഷാണ്, ഭയങ്കര റഷാണ് കഴിക്കാൻ വേണ്ടിയുള്ള. അതുകൊണ്ട് നമുക്ക് 1 മിനിറ്റ് ആയിട്ട് ചുരുക്കിയിരിക്കുകയാണ്. രാജലേ ഓക്കെ അല്ലേ? ഓക്കെയാണ്. അപ്പൊ ആദ്യമായിട്ട് മത്സരിക്കാൻ നമ്മുടെ നിതിനാളിയാണ്. കഴിച്ചിട്ടുണ്ട്, എന്നാലും 1 മിനിറ്റ് ടൈമാണ്. 1 മിനിറ്റിനുള്ളിൽ ആരാണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് സംഭവം കാണിച്ചില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. ഇത് സംഭവം ഇങ്ങനെ ഇരിക്കും. ഇലയുടെ ഷേപ്പിലൊക്കെ ഉണ്ടോ? ഇലയൊക്കെ നമ്മൾ ചൈനീസ് റെസ്റ്റോറൻറ്റിൽ നിന്ന് മേടിച്ചല്ലേ, ചൈനക്കാർ ഉണ്ടാക്കിയാണ്. പിന്നെ കണ്ടില്ലേ, ഇത് നിറച്ച സാധനമാണ്. 1 മിനിറ്റിനുള്ളിൽ എത്ര എണ്ണം കഴിക്കും നമുക്ക് അറിയത്തില്ല. എനിക്ക് നിക്കൊക്കെ എനിക്ക് 10-100 എണ്ണത്തോളം കഴിക്കുമെന്ന്. അപ്പൊ നമ്മൾ പറഞ്ഞോട്ടെ തന്നെ മോനച്ചൻ മോമോസ് അല്ല, മോനച്ചൻ മോമോസ് ഇല്ല, കിട്ടാനില്ല സാധനം. അത് പുള്ളിയൊക്കെ പഴങ്ങളൊക്കെ ഉള്ളു. പുള്ളി പഴം ചേന ഓക്കെ. റെഡി രാജേശ്വരി? നല്ല മികച്ച ഒരു കമന്റ് എടുക്കണം. റെഡി? ഓക്കെ, റെഡി? 1 2 3 ഗോ. ടേസ്റ്റ് എങ്ങനെയുണ്ട്? റൊമാൻസ് കുമാർ ഇത് ക്രിക്കറ്റ് കളിയല്ല. റൊമാൻസ് കുമാർ ഇത് മോമോസ് ഇത്. ഓക്കെ, 30 സെക്കൻഡ്. മൂന്നാമത്തെ ഇറക്കിയാലുള്ള കൗണ്ട് കേട്ടോ. ഇറക്കിയില്ലെങ്കിൽ കൗണ്ട് അല്ല, ഇറക്കണം. 51 52 53 ഇറക്കണം കേട്ടോ. 54 55 56 57 58 അടുത്ത് നമ്മുടെ സ്വന്തം റൊമാൻസ് കുമാറാണ്. റൊമാൻസ് കുമാർ
റൊമാൻസ് കാർ ഗൾഫിൽ നിന്ന് മോമോസ് കഴിച്ചിട്ടുണ്ട്. ഗൾഫിലെ മോമോസ് പുള്ളിക്ക് ഇഷ്ടം, നാട്ടിലെ ഇഷ്ടമല്ല നമ്മൾ പറയുന്നത്. ഇത് ചൈനയാണ്, ചൈനീസ് ഐറ്റം ആണ്. ചെക്ക് ചെയ്ത് നോക്കി എങ്ങനെയാണെന്ന്. ഓക്കെ, വന്ന വളരെ റൊമാൻസ് തഗ്ഗാണ്, എത്ര വരുമോ നോക്കട്ടെ. പഴയ തഗ്ഗാണ്. പണ്ടത്തെ പ്രാങ്കിനകത്തിലെ റൊമാൻസ് കാർ നമ്മുടെ രാജേഷ് പ്രാങ്ക് ഇങ്ങനെ മോനത്തിന് അവിടെ നിന്ന് ഈ സംഭവം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിൽ കാണുന്നത്. എങ്ങനെയാണ് മോനച്ചൻ മോമോസ് വരേണ്ടതെന്നൊക്കെ പ്ലാൻ ചെയ്യാണ്. തുടങ്ങിയല്ലോ, റെഡി? ടൈം പോകുന്നു. റെഡി, 1 2 3 ഗോ. ഇതേ ആവേശകരമായ മത്സരം ആരംഭിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട നീ എന്റെ മുന്നിൽ ഒന്നുമല്ലെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ഗൾഫിൽ നിന്നെത്തിയ റൊമാൻസ് എന്നറിയപ്പെടുന്ന റൊമാൻസ് കുമാർ നിങ്ങളുടെ ഹരമായ റൊമാൻസ് കുമാർ മത്സരിക്കുന്നു. ദുബായിലെ കസിനോ പെണ്ണുങ്ങളുടെ പ്രിയ താരം റൊമാൻസ്. ഇതാ 6 കിലോ ഈന്തപ്പഴം വരെ ഒറ്റ ഇരിപ്പില് അകത്താക്കുന്ന നമ്മുടെ റൊമാൻസ് വിട്ടുകൊടുക്കില്ല. ഈ മത്സരം വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല എന്നുറക്കെ പറഞ്ഞുകൊണ്ട് വെട്ടിയടിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാ നീയെ തോൽപ്പിച്ചിരിക്കുന്നു. ഈ സമയം നമ്മുടെ അടുത്ത മത്സരിക്കുമ്പോൾ നമ്മുടെ മോനച്ചമ്മണ്ടിയാണ്. പിന്നെ ഒരു കാര്യം പറയുന്നത്, പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ പുട്ടും ബീഫും അല്ലേ നമ്മൾ നടത്തി? പുട്ടും ബീഫും നടത്തുമ്പോൾ അന്ന് ഇത് നിങ്ങൾ ഈ കളർ ചേർത്തതിനകത്ത് റെഡ് കളർ ചേർത്ത് പിങ്ക് കളർ ചേർത്ത് പറഞ്ഞില്ലേ? സംഭവം എന്താ അറിയോ? സംഭവം എന്ന് പറഞ്ഞാൽ മോനച്ചമ്മണ്ടി ഈ ഷർട്ടിന്റെ കളർ കയറിയതാണ്. ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു മേലെ ഇട്ടുണ്ടെന്തെങ്കിലും ഈ കളർ കയറി പിടിക്കുന്ന ക്യാമറ കേട്ടോ. അതാണ്, അല്ലാതെ ആ ഫുഡിന്റെ പ്രശ്നമൊന്നുമില്ല. ആ പിങ്കി കളിക്കും. പിങ്കി മത്സരിക്കുകയാണ്. ചേട്ടൻ കൊടുക്കുന്നു. പിങ്കി റെഡി, 1 2 3 ഗോ. ഇതാണ് പിങ്കി വിട്ടുകൊടുക്കില്ല. പിങ്കി ഇതാണ് പിങ്കി മത്സരിച്ചു കൊണ്ടിരിക്കുന്നു. ഫ്രഞ്ച് പിങ്കി എന്നറിയപ്പെടുന്ന ആവേശകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ മത്സരം വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. എന്റെ മുന്നിൽ ഒന്നുമല്ല, നിധി ഒന്നുമല്ല. റൊമാൻസ് എവിടെ പോയി? റൊമാൻസ് എവിടെ പോയി? ഞാൻ ഈ മത്സരം വിട്ടുകൊടുക്കില്ല. മോനച്ചമ്മണ്ടി 30 സെക്കൻഡ്. നാലാമത്തെ പിങ്കി എന്നറിയപ്പെടുന്ന പിങ്കി മത്സരിച്ചുകൊണ്ടിരിക്കുന്നു. 40 സെക്കൻഡ്. അഞ്ചാമത്തെ തിരുനളിയെ തോപ്പിക്കുന്നു. അഞ്ചാമത്തെ കഴിക്കുന്നു. അധികാരങ്ങൾ പോലും നിലച്ചു പോകുന്ന നിമിഷം. ഈ നിമിഷം ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. 59. നാടൻ വെട്ടുമായി പിങ്കി. ഉള്ള പേര് പറയുന്നത് കൊല്ലത്തെ പേരാവുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല പേര്. അടുത്തായിട്ട് നമ്മുടെ പിങ്കിയുടെ ചേട്ടൻ രാജേഷ് റെഡ്ഡി. ഓട്ട മത്സരം അല്ലത്. റെഡ് ഡി. ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. എന്റെ അനിയനെ ജീവിതകാലത്ത് ഞാൻ ജയിപ്പിക്കത്തില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മൂന്നാമത്തേത് മൂന്നാമത്തെ വെറും 15 സെക്കൻഡുകൾ കൊണ്ട് മൂന്നാമത്തെ റെഡ്ഡി വരുന്നു. പിങ്കറായിട്ട് റിങ്കി 20 സെക്കൻഡ്. അഞ്ചാമത്തെ ഇറക്കണം കേട്ടോ, ചുമ്മാ വായിച്ചാ ഇറക്കിയില്ലെങ്കിൽ ഒന്നും കൗണ്ടല്ല, വായിക്കത്തിരിപ്പോ 4 എണ്ണം.
ഓക്കെ അത് കഴിച്ചിട്ട് എടുത്താ അപ്പൊ ഇറക്കി എടുത്താൽ 36 37 കമോൺ പറ്റും അത് കഴിച്ചിട്ട് ഇറക്കിയിട്ട് മാത്രം മതി 5 എണ്ണമാണ് അത് ഇറക്കിയിട്ട് മതി ഇറക്കിയോ ഇല്ല ഇറക്കിയിട്ടില്ല അത് വായിൽ തന്നെ ഉണ്ട് ഒരു കോണിലുണ്ട് 49 50 51 റിങ്കി കമോൺ റിങ്കി 6 തീർക്കൂ ആറെണ്ണം കഴിച്ച് നമ്മുടെ രാജേഷ് അളി ലീഡ് ചെയ്തിരിക്കുകയാണ്. രാജേഷ് അളി തന്നെ വിജയ്. അടുത്ത് നിങ്ങളുടെ രോമാഞ്ചമായ നന്ദോട്ടാണ് മത്സരിക്കുന്നത്. ഈ വാക്കുകളിൽ ഒരു പാട്ട് വേണം പാടിക്കൊടുക്കുക. അറിയില്ല ഒരാളെ പുള്ളി കഴിക്കാൻ വേണ്ടി ആസ്വദിക്കാൻ വേണ്ടി എനിക്ക് വേണ്ടി പാട്ട് രാജേഷ് ഒന്ന് രണ്ട് നീണ്ട ഇടവേളയ്ക്ക് ശേഷം പനിയായിരുന്നു നമ്മുടെ നന്ദുവളിയൻ റെസ്റ്റിന് ശേഷം വീണ്ടും തിരികെയാണ് ഹോംഡോസ് കഴിക്കാൻ വേണ്ടി 2 3 20 സെക്കൻഡ് ആയിട്ടുള്ളൂ 20 സെക്കൻഡ് മാത്രം 3 വിട്ടുകൊടുക്കാൻ ഞാനും തയ്യാറല്ലെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് രോമാഞ്ച കഞ്ചുകൻ എന്നറിയപ്പെടുന്ന നന്ദു റൊമാൻസ് കുമാറിന്റെ ചേട്ടൻ വിട്ടുകൊടുക്കില്ല എന്നെ വരെ തോപ്പിക്കാൻ ആറാമത്തെ രാജേഷ് അളിനൊപ്പം നമ്മുടെ നന്ദുവളി മത്സരത്തിൽ അങ്ങനെ നന്ദുവളിയും രാജേഷ് അളിയും വിജയത്തിലേക്ക് നീങ്ങുകയാണ്. അതിന് ഒരു തടി എടുത്ത് മാറ്റണം. ഒരു തടി അവിടെ നിന്ന് എടുത്ത് മാറ്റണം. ആ തടിയാണ് ഈ തടി. എനിക്കിത് ഇഷ്ടമാണ്. എന്റെ പെണ്ണാളി ഇങ്ങനെ വാ, നീ വാ മോനെ വാ. കഴിയുന്നില്ലേ? ഇല്ല, അത്രയും പോകത്തില്ല. അറിയത്തില്ല, ചിലപ്പോ കഴിക്കും. അഭ്യാസം കൈവച്ചാൽ മതി കേട്ടോ. മോനച്ചൻ വിഷയമാണ്. നീ എത്ര കഴിച്ചാ മോനച്ചാ? ഞാൻ എത്ര കഴിച്ചു? 4. രണ്ടെണ്ണം ഞാനും തയ്യാറില്ല. ഇല്ല ഇറങ്ങും, കുഴപ്പമില്ല. 20 മൂന്നാമത്തെ ഇറക്കുന്നു. 25 സെക്കൻഡ്. നാലെണ്ണം കായ്ക്ക. രാജശലിയ സപ്പോർട്ട് കൊടുക്കും പുള്ളിക്ക്. പ്രിയപ്പെട്ട കൊടുക്കില്ല. ഞങ്ങളെ കട്ട വെച്ചോ. ഹോമായോ? പുള്ളിക്ക് ജയിക്കണം തോന്നുന്നു. ഒന്നുകൂടെ മത്സരം ഫൈനൽ റൗണ്ട് വെക്കണം. പുള്ളിക്ക് വേണം. ഇത്രയും കഴിച്ച് അവള് കഴിക്കുന്നത്. ഞാൻ കഴിക്കും. പറ്റുമോ? അങ്ങനെ ഞാൻ ഈ വെല്ലുവിളി 30 സെക്കൻഡ് ഇപ്പൊ നാളെ കഴിച്ചേ. രാജശാലിയും പറയുന്നത് ഒരു 30 സെക്കൻഡ് മത്സരം തരണമാണ്. കാരണം ഇവരെന്നോട് ഈ വെല്ലുവിളി നന്ദുവളിന് പനി, അതുകൊണ്ടാണ് പിന്നെ നമ്മള് അതല്ല. അപ്പം മോനച്ചൻ വണ്ടി എടുത്ത് പറഞ്ഞു ഈ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കുന്നു. 4 തിന്നവനാ. പിങ്കി ഇവന്റെ കൂടെ നിന്നാ ഞാൻ പിങ്ക് കളറാണല്ലോ. ഇതപ്പോ നമ്മുടെ മൊമ്മ സീറ്റിംഗ് ചലഞ്ചിൽ 2 പേരാണ് വിജയായിരിക്കുന്നത്. നന്ദുവളിയിലും രാജശാലിയും, അഥവാ റിങ്കി എന്ന് പറയും. പിങ്കി
അപ്പൊ നമ്മുടെ കൗണ്ട് എത്രയൊക്കെ 4 എത്ര 4-5 4:30 4:30 ഓക്കെ. കൈക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട്, പക്ഷെ എന്ത് മത്സരം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വിട്ടുവരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മത്സരം ഇത്രയൊക്കെ ഉള്ളായിരുന്നു. നമ്മുടെ ഇനി ഒരു വെടിക്കെട്ട് മത്സരം അല്ലേ? നിങ്ങൾക്ക് കമന്റ് ചെയ്യാം കേട്ടോ. ഇനി എന്തെങ്കിലും വെറൈറ്റി മത്സരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. നമ്മുടെ മോനച്ചൻ മൊമോസ് കണ്ടുപിടിച്ചിട്ടുണ്ട്, പുള്ളി കൊണ്ടുവരും. ഇറക്കുമോ മോനച്ച? ഇന്ന് രാത്രി തുടങ്ങും, ഇറക്കും. ഷേപ്പൊന്നും കിട്ടത്തില്ല, എന്റെ വേറെ ഷേപ്പിലായിരിക്കും ബണ്ണ് കമ്പനി കൊടുക്കാൻ പോകും. ബണ്ണ് പിങ്കി ടീഷർട്ട് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട്. ടീഷർട്ട് ഫുൾ ബ്രാൻഡ്സ് ആണ്. പ്രമാണിച്ച പറ എങ്ങനെ ഉണ്ടായിരുന്നു? എന്ത് ഇങ്ങനെ കഴിക്കാൻ പറഞ്ഞ പുള്ളി കഴിക്കാൻ പറഞ്ഞ ഇങ്ങനെ ഇന്ന് കഴിക്കാനായിട്ട് പറഞ്ഞ കേട്ടോ. മത്സരിക്കാവാ, ഒരു മത്സരമല്ലേ ഇത്? കഴിക്കാൻ എനിക്കൊന്ന് ആകാശത്ത് നോക്കുന്നു പറയാനുണ്ട്. എന്തൊന്നും പറഞ്ഞില്ല രാജശാലിനെ സാറിന് പുള്ളി എന്തെങ്കിലുമൊക്കെ പറയാറുണ്ടല്ലോ. ഈ സാധനം എന്തോ പിള്ളക്ക് എന്തോ പിള്ളേ ആയുർവേദ മരുന്ന് കഴിച്ചല്ലോ സംഭവമല്ല ഇത്. അല്ല, ഇന്ന് വേറെ കാര്യമുണ്ട്. രാജശാലൻ ജയിച്ച മത്സരങ്ങളെല്ലാം നമ്മുടെ മോനത്തിലുണ്ട് കേട്ടോ. അതുകൊണ്ട് ആ മത്സരിക്കുന്ന മത്സരം എല്ലാം അനിയൻ അങ്ങ് പാഴായിട്ട് മത്സരിക്കും. ഏറ്റവും അല്ല, ഇത് വേറൊന്നുമല്ല, കഴിക്കാൻ പറ്റുമായിരുന്നു, പക്ഷെ എനിക്ക് ഈ മോമോസ് അത്ര താല്പര്യമില്ല. അങ്ങനെ എടുപ്പ് ഇറക്കാനും കഴിയില്ല എനിക്ക്. എല്ലാ വീഡിയോ എടുത്ത് നോക്കിയാലും ഈ ഡയലോഗ് കേൾക്കാം. അത് തന്നെ വന്ന ഓക്കെ. അപ്പൊ നമുക്ക് തീർക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ